നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ് കുറച്ച് പേർക്കൊക്കെ അറിയുന്ന ടിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ ദോശമാവ് അല്ലെങ്കിൽ അപ്പത്തിനുള്ള മാവൊക്കെ തലേ ദിവസം റെഡിയാക്കി വെക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ നിങ്ങൾ ചേർക്കുന്ന ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താലും മതി. ഓയിൽ നമ്മൾ ആ ഒരു മാവ് റെഡിയാക്കി വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത് ചുട്ടെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടോ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് ഓരോന്നും ചുട്ടെടുക്കുന്ന സമയത്ത് ഓയിൽ പുരട്ടേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല നമ്മുടെ ദോശയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറികളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ കറ ഉണ്ടാവില്ല. ഞാനിപ്പോൾ പച്ചക്കായ മുറിച്ചതിന് ശേഷം കയ്യിൽ നഖത്തിനുള്ളിലൊക്കെ ചെറുതായിട്ട് കറയുണ്ട്. അതുപോലെ മാതള നാരങ്ങ, ഉറുമാമ്പഴല്ലേ, അതൊക്കെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ കയ്യിലൊക്കെ കറയാവും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ ഓരോ ജോലി ചെയ്യുന്നതല്ലേ, അപ്പോൾ കറയൊക്കെ കയ്യിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂത്ത് പേസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് അത് നല്ല ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് കയ്യിൽ നല്ല പോലെ റബ്ബ് ചെയ്തെടുക്കാം. നഖത്തിനുള്ളിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ ഒന്ന് ഉരച്ച് കഴുകുക കേട്ടോ. അപ്പോൾ അതിലേക്ക് കറയൊക്കെ പോവും. കറ പോകുന്നു മാത്രമല്ല നല്ല പോലെ കൈയൊക്കെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. നഖത്തിൽ കറയാണെങ്കിലും കയ്യിലുള്ള കറയാണെങ്കിലൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. നല്ല പോലെ ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള പച്ചക്കറികളുടെ കറകൾ മാത്രമല്ല, നമ്മളിപ്പോൾ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ. വല്ല ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ കയ്യിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ കറകളും നമുക്ക് ഈ ഒരു രീതിയിൽ കളഞ്ഞെടുക്കാം കേട്ടോ. കണ്ടോ, കറകളൊക്കെ പോയിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല സോഫ്റ്റാണ് കേട്ടോ. കൈ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അതൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് മുട്ട അതുപോലെ തന്നെ ഇടാതെ ഇതുപോലെ മുറിച്ചിട്ട് ആ ഒരു മഞ്ഞക്കരുവിൻ്റെ ഭാഗം താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നമ്മൾ വെറുതെ വരഞ്ഞിട്ട് കൊടുക്കുമ്പോൾ മുട്ടയുടെ ഫ്ലേവറൊന്നും കറിക്ക് കിട്ടൂലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ കറിയിലേക്ക്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിന് ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലേ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഒരു കുഞ്ഞു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഒരു കോർണറിൽ ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിന് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മുട്ടിയിട്ട് അങ്ങനെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ ചില സമയത്തൊക്കെ ആ ഒരു വെളുത്ത ഭാഗം കൂടെ തൊലിയുടെ കൂടെ പോരാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇല്ലാതെ നല്ല വൃത്തിയിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലോ ബൗളിലോ ഒക്കെ ഇട്ട് നല്ല പോലെ അതിൻ്റെ മുകൾ ഭാഗം മൂടിയിട്ട് നല്ല പോലെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ തൊലിയെടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ മൺപാത്രങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ കഴുകി ഉണക്കി എടുത്ത് വെക്കൂലേ, ആ ഒരു സമയത്ത് അതിൽ ഫംഗസും പൂപ്പലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ കുറച്ച് എണ്ണ ആക്കിയിട്ട് അതിൽ നല്ല പോലെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉറുമ്പ് വരുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും പലർക്കും. ഉറുമ്പൊന്നും വരില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന സമയത്തും ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു മൺപാത്രം അവിടെ പൂപ്പലോ ഫംഗസോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ എണ്ണ, നെയ്യ് പോലുള്ള സാധനങ്ങളൊക്കെ കബോർഡിൽ അതുപോലെ തന്നെ അങ്ങോട്ട് വെക്കാതെ ഇതുപോലൊരു പാത്രമോ അല്ലെങ്കിൽ ചെറിയ കണ്ടെയ്നറുകൾ ഉണ്ടാവില്ല, അപ്പോൾ അതിലേക്കൊക്കെ ഇറക്കി വെക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ആ ഒരു ബോട്ടിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് അടിയിലേക്കൊക്കെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അത് ആ പാത്രത്തിലായാലും പാത്രം എടുത്ത് നമുക്ക് കഴുകാമല്ലോ. ഇതിപ്പോൾ കബോർഡിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ അവിടെ ഇങ്ങനെ വൃത്തിയാക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ പരന്ന ഏതെങ്കിലും കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ മൺപാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, പിന്നെ ഞാനിപ്പോൾ അതിൽ താഴെ വന്നിട്ടുള്ള ആ ഒരു എണ്ണ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മൺപാത്രം എണ്ണ പുരട്ടിയെടുക്കുന്നത്. മൺപാത്രങ്ങൾ മാത്രമല്ല, മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ്, മരത്തിൻ്റെ ചട്ടുകം, കയ്യിൽ, അതൊക്കെ നമുക്ക് ഇതുപോലെ എണ്ണ പുരട്ടി വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്തും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കുറേ നാൾ എണ്ണയൊന്നും പുരട്ടാതെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഒരുപാട് പൊടിയും ചളിയും ഒക്കെ ഉണ്ടാവും അതിൽ. ഇങ്ങനെ എണ്ണ പുരട്ടി വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. മരത്തിൻ്റെ എല്ലാ സാധനങ്ങളും, ചപ്പാത്തി പലകയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എണ്ണ തട്ടിമറിഞ്ഞു പോയാൽ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ കാണിച്ചു തരാം.
എണ്ണ ആയിട്ട് തുടക്കുന്നത്. അപ്പോൾ എണ്ണ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സോപ്പിട്ട് കഴുകണം. എന്നാലും അതിൻ്റെ എണ്ണമയം പോയി കിട്ടാൻ നല്ല പണിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഒരു കൗണ്ടർ ടോപ്പിൽ ഇതാ ചെറുതായിട്ട് എണ്ണമയം ആക്കിയിട്ടുണ്ട്. ഇനി ഇത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറച്ച് ടാൽക്കം പൗഡറാണ് കേട്ടോ, നമ്മുടെ മുഖത്തിടുന്ന പൗഡർ. അപ്പോൾ ഈ ഒരു എണ്ണമയം, ഈ എണ്ണ പോയതിൻ്റെ മുകളിലായിട്ട് എണ്ണമയമുള്ള ഭാഗത്ത് നമ്മൾ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കേടുവന്ന അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ആ ന്യൂസ് പേപ്പർ അങ്ങോട്ട് കളഞ്ഞെടുത്താൽ മതി. നമ്മളിപ്പോൾ തുണി വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ആ തുണി കഴുകണം. എത്ര കഴുകിയാലും അതിൻ്റെ ഒരു എണ്ണമയം ചെറുതായിട്ട് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണമയം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ മത്തി വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു അടിപൊളി മെത്തേഡാണ് കേട്ടോ. ക്ലീൻ ചെയ്യല്ല, അതിൻ്റെ ചെതുമ്പൽ കളഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ നമ്മൾ ആ ഒരു തുറന്ന ഭാഗമാണ് കേട്ടോ എടുക്കുന്നത്. പിടിക്കാനൊന്നും കൂടെ എളുപ്പമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മത്തിയുടെ ചെതുമ്പലുള്ള ഏത് മീനും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെതുമ്പൽ കളഞ്ഞെടുക്കുകയാണെങ്കിൽ ചെതുമ്പലൊന്നും പുറത്തേക്ക് തെറിക്കാതെ മത്തിപ്പനി എത്ര പഴയ മത്തിയാണെങ്കിൽ കൂടെ അത് മുറിയൊന്നുമില്ലാതെ, അതായത് നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെതുമ്പൽ കളഞ്ഞെടുക്കുമ്പോൾ ആ തൊലിയൊക്കെ അടർന്ന് പോരാനൊക്കെയുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് അത്ര മൂർച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതിനുള്ളിലാണ് ചെതുമ്പൽ നിൽക്കുക, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് തെറിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിത് ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ഒന്നും കൂടെ യൂസ്ഫുൾ ആവും, പുറത്ത് പോയിട്ട് മീനൊന്നും വൃത്തിയാക്കാൻ പറ്റാത്തവർക്ക്. കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ എത്രത്തോളം സിമ്പിളാണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ മുറിച്ച് മാറ്റിയ ഒരു ബോട്ടിലിൻ്റെ ഭാഗമല്ലേ, അതും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇതാകുമ്പോൾ ഒന്നും കൂടെ എളുപ്പമാണ് പിടിക്കാൻ. ചെതുമ്പലൊക്കെ ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്കാണ് കയറുക, പുറത്തേക്ക് തെറിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാതെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് വൃത്തിയാക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഈസി മെത്തേഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ ഒരു മെത്തേഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം മത്തി ക്ലീൻ ചെയ്യുന്നൊരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കത്തി വെച്ചിട്ടും കത്രിക വെച്ചിട്ടും ചെതുമ്പൽ കളഞ്ഞെടുക്കാനുള്ള ഒരുപാട് മെത്തേഡ്സും എല്ലാം ചേർത്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്തത് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നിയത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമിലിരുന്ന് വേണമെങ്കിൽ പോലും മത്തി ചെതുമ്പൽ കളഞ്ഞെടുക്കാം. ആ ഒരു ചെതുമ്പൽ തെറിക്കുന്ന പ്രശ്നം ഇനി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.